ഈശോ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് ജനിച്ചതെങ്കിൽ നമ്മളിൽ ദുഃഖവും ആധിയും ഭയപ്പാടൊക്കെ ഉണ്ടാകും, സമാധാനം ഉണ്ടാവുകയില്ല. പക്ഷേ അവൻ ജനിക്കേണ്ടത് അന്ന് അവിടെ ജനിച്ചു. യെസ്, ഇന്ന് എവിടെ ജനിക്കണം? നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം. അതിന് നാം ആരാകണം? ഒരു കാലിത്തൊഴുത്തായി മാറണം. പിന്നെ ആരാകണം? ഒരു പരിശുദ്ധ അമ്മയാകണം. വേണ്ടേ? കാലിത്തൊഴുത്ത് എന്ന് പറയുമ്പോൾ നിന്റെ ഹൃദയം എന്തായി മാറണം? ഈ ലോകത്തിൻ്റെതായ സകലവിധ മോഹങ്ങളും സകലവിധ ആഗ്രഹങ്ങളും, എന്തൊക്കെ ഈ ലോകത്തിൻ്റെതായ സുഖസൗകര്യങ്ങൾ നീ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നീ എന്ത് ചെയ്യണം? ആണോ? ആണ് അല്ലേ? ഒന്നും അവിടെ പാടില്ല. കാലിത്തൊഴുത്ത് എന്ന് പറഞ്ഞാൽ അതല്ലേ. പിന്നെ നീ ആരാകണം? പരിശുദ്ധ അമ്മയാകണം. ആരാ പരിശുദ്ധ അമ്മ? ഈ ലോകത്തിൻ്റെതായി ഒന്നുമില്ലാത്തൊരു സ്ത്രീ, അനാഥയായ ഒരു സ്ത്രീ അല്ലേ? അവൾ എന്തായിരുന്നു? ദൈവത്തിന് സമർപ്പിച്ചവളായിരുന്നു അല്ലേ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഈ ലോകത്തിൻ്റെതായ സകല മോഹങ്ങളും വെടിഞ്ഞ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ വരാനിരിക്കുന്ന ഈ പീഡകൾ മുഴുവനും മനസ്സിൽ കണ്ടുകൊണ്ട് അതെല്ലാം ഏറ്റെടുത്ത് ദൈവത്തിനായി സമർപ്പിച്ച് ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുവാനായി ഇറങ്ങി പുറപ്പെട്ട ഒരു സാധു സ്ത്രീ അല്ലേ? അവളിലാണ് ആര് ജനിച്ചത്? ഈശോ ജനിച്ചത്. അപ്പോൾ ആദ്യം നാം തന്നെ ഒരു കാലിത്തൊഴുത്തായി മാറണം. അതായത് ഈ ലോകത്തിൻ്റെതായ എല്ലാ മോഹങ്ങളിൽ നിന്നും മാറണം. എന്നെ തന്നെ ഞാൻ രൂപാന്തരപ്പെടുത്തണം, എന്നെ തന്നെ ഞാൻ ഒരുക്കണം. പിന്നെ ഞാനൊരു പരിശുദ്ധ അമ്മയാകണം. പിന്നെ ആരാകണം? പിന്നെ ആരുണ്ടായിരുന്ന കൂടെ? ഒരു പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ആർക്കും ഒരു ജീവനില്ലേ? പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം ശ്രവിക്കാനാണ് നിങ്ങളിവിടെ, നാം ഇവിടെ ആയിരിക്കുന്നത്. ആദ്യമേ തന്നെ അച്ഛൻ വിന്യാസൻ പറഞ്ഞു, ഈ ലോകത്ത് ഈ നിയോഗങ്ങൾ, ഇന്ന് നിയോഗ വെള്ളിയാ. പക്ഷേ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ പ്രസംഗിക്കാനായിട്ട്, നിങ്ങൾക്ക് വചനം പങ്കുവയ്ക്കാനായിട്ട് വന്നിരിക്കുന്ന ഞാൻ എതിരാ. എന്തിന്? ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഇന്നവരെ ക്ലാസ് എടുത്തിട്ടില്ല. ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. ഈ ലോകത്തിൻ്റെതായ ഒരു മോഹങ്ങളും നടക്കുവാനായിട്ട്, നിന്റെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് മാറുവാനായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. നിന്റെ IELTS പാസ്സാവാനായിട്ട്, നിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാറുവാനായിട്ട്, നിന്റേതായ ആഗ്രഹങ്ങളൊക്കെ നടക്കാനായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിൻ്റെ മക്കളെ സൗഖ്യത്തിൽ നിന്ന്, അതായത് ഈ ലോകത്തിൻ്റെ സൗഖ്യത്തിൽ നിന്ന് മാറ്റി കർത്താവിനുള്ള സൗഖ്യത്തിലേക്ക്, എന്താണ്? എന്നെ നീ കൊടുക്കുക, എന്നിലേക്ക് നിന്റെ മക്കളെ നീ വളർത്തുക, അങ്ങനെ നീ അവരെ സ്വർഗരാജ്യത്തിലേക്കായി ഒരുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് കർത്താവായ ക്രിസ്തു ഇന്ന് ബത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ അവൻ എൻ്റെ മനസ്സിൽ ജനിക്കണം. എന്നാലാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ അതതിൻ്റെ ഫലം കാണുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ നീ ആരായി മാറണം? അടുത്ത വിശുദ്ധ ഔസേപ്പിതാവായി മാറണം. വേണ്ടേ? എങ്ങനെയാ ഔസേപ്പിതാവ്? നിശബ്ദനായി സഹിച്ചവനാ അല്ലേ? നിന്റെ ഭാര്യയെ നീ സ്വീകരിക്കണം. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ്.
ആണോ? വചനം അങ്ങനെ തന്നെ പറയുന്നേ. ധിക്കരിച്ചുവോ? ഇല്ല. ആ കാലഘട്ടത്തിൻ്റെതായ ഒരു ചിന്താഗതികൾ അവൻ മനസ്സിലേക്ക് എടുത്തില്ല. അവനത് സ്വീകരിക്കുമ്പോൾ തന്നെ അവൻ നേരിടേണ്ടതായി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അവൻ മനസ്സിൽ കണ്ടു. പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തി കൊടുത്തു. നാം എല്ലാം വചനത്തിലൂടെ വായിക്കുന്നുണ്ട് ഏതൊക്കെ സഹനങ്ങളിലൂടെയാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസേപ്പിതാവും കടന്നുപോയതെന്ന്. വീണ്ടും പറയുന്നുണ്ട്, അവിടെ ഇടയന്മാര് പറയുന്നുണ്ട് ഇല്ലേ? പിന്നെ അവരാരാണ്? മറ്റുള്ളവർക്ക് പ്രകാശമായി, 3 ജ്ഞാനികൾക്കും പ്രകാശമായി ആ ജ്ഞാനികളെ പുൽക്കൂട്ടിലേക്ക് എത്തിച്ച നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ജ്ഞാനികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ രൂപാന്തരപ്പെട്ടുകൊണ്ട് ആ മനസ്സിനെ നീ മാറ്റുമ്പോൾ മാത്രമാണ്, ഇവ ഓരോന്നും നീ മാറ്റുമ്പോൾ, നിന്റെ മനസ്സിനെ മാറ്റുമ്പോൾ മാത്രമാണ് ആര് ജനിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ? ഈശോ ജനിക്കുന്നത്. ഈശോ നിന്റെ ഹൃദയത്തിൽ ജനിക്കാതെ, യേശു ഏക രക്ഷകനാണെന്ന് ഉറക്കെ നീ പ്രഖ്യാപിക്കാതെ, എൻ്റെ രക്ഷകന് നാഥനുമായ എൻ്റെ ഈശോയെ എനിക്ക് അനുഭവിക്കണം, എൻ്റെ ഈശോയെ എനിക്ക് അറിയണം എന്നുള്ളതാണ് നിന്റെ നിയോഗമെങ്കിൽ ഈ ലോകത്തിൽ നിനക്ക് ദുഃഖമുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് വചനം പറയുന്നത്? ഈ വചനം ഞാൻ നിങ്ങളോട് വ്യാഖ്യാനിക്കുമ്പോൾ ഈ വചനത്തിലെ ആദ്യമേ പറയുന്ന കാര്യം എന്താണ്? ഭയപ്പെടേണ്ട. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ് എന്ത്? ഭയപ്പെടേണ്ട. കാരണം എന്താ? കർത്താവിനറിയാം നമ്മളെന്നും ഭയത്തിന് അടിപ്പെട്ടവരാണെന്ന്. നിരാശകൾക്കും ഉത്കണ്ഠകൾക്കും വ്യഗ്രതകൾക്കും ആകുലതകൾക്കും അടിപ്പെട്ടാണ് മനുഷ്യൻ തൻ്റെ മക്കൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ് ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടേണ്ട. നിങ്ങളിവിടുന്ന് ആയിരിക്കുന്ന ഓരോ മക്കളും കർത്താവ് പറയുന്നു ഭയപ്പെടേണ്ട. കാരണം എന്താണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നുണ്ട്, യാക്കോബേ, അവിടെയും പറയുന്ന തുടക്കം ഇങ്ങനെ തന്നെയാണ്, ഭയപ്പെടേണ്ട. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും, ആരാണ്? സഹോദരന്റെ പേരെന്താ? എന്ത് പേരുകളാകട്ടെ അവനോട് ചേർത്ത് വെച്ചോ, അവനവൻ്റെ പേരിനോട് ചേർത്ത് വയ്ക്കുക. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഞാൻ നിന്നെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. നീ എൻ്റേതാണ്. നീ ആരത് പറയുന്നേ? വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടാകണം. നിന്നെ സൃഷ്ടിച്ച് നിന്നെ രൂപപ്പെടുത്തിയ ദൈവമായ കർത്താവാണ് പറയുന്നത്, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ ജലം നിന്നെ മുക്കിക്കളയുകയില്ല. നീ അഗ്നിയിലൂടെ നടന്നാലും ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, നിനക്ക് പൊള്ളലേൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും? കർത്താവ് നിന്റെ ഈ കാലഘട്ടത്തിൽ ഇത് മുഴുവനും നിനക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു സഹനമില്ലാതെ ഈ ലോകത്തിൽ നിന്നൊക്കെ കടന്നു പോകാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല. ഒരു സഹനം മാറിയാൽ അടുത്ത സഹനം വരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പച്ചയായ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ വരുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. എൻ്റെ ഭാര്യയുടെ 14ാമത്തെ സർജറി കഴിഞ്ഞ് ഇന്ന് അവൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ്, ഡയമണ്ട് ബ്ലോക്കിൽ 6ാമത്തെ നിലയിൽ, റൂം നമ്പർ 56-38. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 14 സർജറി. ശരീരത്തിൽ ഇനി കീറി മുറിക്കാത്തൊരു ഭാഗമില്ല. നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ, എൻ്റെ 2ാമത്തെ മകൻ, അവൻ കപ്പൂച്ചി സഭയിൽ 8ാം വർഷ വിദ്യാർത്ഥിയാണ്. ഈ വർഷം ഫിലോസഫി കഴിയും. എൻ്റെ മൂത്ത മകനും കർത്താവിനായിട്ട് തന്നെ ശുശ്രൂഷ ചെയ്യുന്നു. അവനൊരു മ്യൂസീഷ്യനാണ്. കർത്താവിൻ്റെ ഗാനങ്ങളും അതുപോലെ തന്നെ ഡിവോഷൻ സോങ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അവൻ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് എൻ്റെ കുടുംബത്തിൻ്റെ വരുമാനം. കർത്താവ് എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകുന്നത് അവൻ്റെ വരുമാനത്തിലൂടെയാണ്. എങ്കിലും
ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളൊക്കെ വിട്ട് അതിൽ നിന്ന് വ്യതിചലിച്ച് ജീവിതത്തിൽ വരുന്ന ഏത് സഹനങ്ങളും എൻ്റെ അപ്പനറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. കാരണം എനിക്ക് പേരിട്ടിരിക്കുന്ന എൻ്റെ അപ്പന, എന്നെ വിളിച്ചിരിക്കുന്ന എൻ്റെ അപ്പന, ഞാൻ എൻ്റെ അപ്പൻ്റേതാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം, ആ ഒരു ഉത്തമ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ, എനിക്കുണ്ടെങ്കിൽ നീ തളരില്ല, നീ പതറില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. എന്താണ്? വലിയ സന്തോഷത്തിൻ്റെ, ഏറ്റവും അധികം സന്തോഷം ജനിക്കേണ്ട, സന്തോഷം ഉണ്ടാകേണ്ട മക്കളാണ് നാം ഓരോരുത്തരും. ക്രിസ്ത്യാനികൾ, മാമോദിസ മുങ്ങിക്കഴിഞ്ഞ നാം ഓരോരുത്തരും. ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, കർത്താവിൻ്റെ വചനം തന്നെ പറയുന്നത് സകല ജനത്തിനും വേണ്ടിയുള്ള, ഈ ലോകത്തിൽ പിറന്നു വീണിരിക്കുന്ന ഏതൊരു മനുഷ്യനുമുള്ള സദ്വാർത്തയാണ് ദൈവം അറിയിച്ചിരിക്കുന്നത്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു. അപ്പൊ ആദ്യം പറഞ്ഞു ഭയപ്പെടേണ്ട. ഈശോ നിന്റെ ഉദരത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ, നിന്റെ ഹൃദയത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഭയമുണ്ടാകില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ അപ്പനറിയാതെ ഒരു മുടി ഇഴ പോലും കൊഴിയുന്നില്ല, ഒരു ഇല പോലും കൊഴിയുന്നില്ല. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധികൾ നേരിട്ടാലും തളരോ? തളരില്ല. ക്യാൻസർ വന്നാലും തളരോ? നീ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും തളരോ? തളരില്ല. അപ്പൊ പിന്നെ തളരുന്നതിൻ്റെ കാരണം എന്താ? അപ്പനിലുള്ള വിശ്വാസക്കുറവ്. അപ്പോൾ നമ്മോട് പറഞ്ഞു ഈശോ നിന്റെ ഹൃദയത്തിൽ ജനിക്കും, നിനക്ക് ഭയമുണ്ടാകുകയില്ല. പിന്നെ പറയുന്ന വലിയ വലിയ സന്തോഷം, വലിയ സന്തോഷമാണ്. പക്ഷെ നമുക്കൊക്കെ ഒന്ന് ദുഃഖമാണ്. അവൻ വലിയ സന്തോഷമാണ്. എന്താണ് പിന്നെ പറയുന്നത്? നിങ്ങൾക്കായി ഒരു രക്ഷകൻ, അല്ലേ? നിങ്ങൾക്കായി കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പിന്നെ എന്തുകൊണ്ട് ചോദിക്കൂ, സ്വയം അവനവൻ്റെ മനസ്സിൽ ചോദിക്കൂ, എൻ്റെ മനസ്സിൽ എൻ്റെ ഈശോ പിറന്നിട്ടുണ്ടോ? എൻ്റെ ഈശോയെ ഞാൻ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിൻ്റെതായ മോഹങ്ങൾക്ക് വേണ്ടിയാണോ ഞാൻ ഓടി നടക്കുന്നത്? അതോ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണോ ഞാൻ ഓടി നടക്കുന്നത്? അടിമ വയ്ക്കുന്നുണ്ട്, പലയിടത്തും നിയോഗങ്ങൾ സമർപ്പിക്കുന്നുണ്ട്, ഓടി നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? എൻ്റെ കർത്താവ് എൻ്റെ മനസ്സിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഹിതമനുസരിച്ചാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ, കർത്താവ് പറയുന്നില്ലേ വചനത്തിലൂടെ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. എൻ്റെ കർത്താവിനെ ഇടയനായിട്ട് സ്വീകരിച്ച ഒരു ആടാണ് ഞാനെങ്കിൽ, അവൻ തെളിക്കുന്ന വഴിയിലൂടെ അവൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ നടക്കുന്നതെങ്കിൽ എനിക്ക് എന്തുണ്ടാവില്ല? ഒന്നിനും. ഇത് നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മളിൽ സന്തോഷമില്ലാത്തതെന്നോ എന്തുകൊണ്ടാണ് നാം തളരുന്നതെന്നറിയോ? എന്തെങ്കിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴേക്കും നാം ദുഃഖത്തിലും നിരാശയ്ക്കും അടിപെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അപ്പനിലുള്ള ഈശോയിലുള്ള വിശ്വാസക്കുറവാണ്. കാരണം അവിടുന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ക്രിസ്ത്യാനിയുടെ ഉത്തമ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ അപ്പൻ എൻ്റെ, അവിടുന്ന് പറയുന്നില്ലേ, വിദൂര ദിക്കുകളിൽ ഞാൻ നിന്നെ വിളിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈശോ ഹൃദയത്തിൽ ജനിച്ച, ഈശോയിലായിരിക്കുന്ന ഒരു വ്യക്തി, അവന് ഭയമുണ്ടാവുകയില്ല. അവനെന്നും എന്നും സന്തോഷത്തിലായിരിക്കും. അവനൊന്നും തളർത്തില്ല. ഞാൻ ഈ വചനം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു വചനം കടന്നു വരുന്നത്, ഞാൻ കുറച്ച് നാളുകളായി പീഡകൾക്ക് പിന്നാലെ പീഡകൾ, പ്രശ്നങ്ങൾക്ക് പിറകെ പ്രശ്നങ്ങൾ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം കോമ്പറ്റീറ്റീവാണ്, ഹൈലി കോമ്പറ്റീറ്റീവാണ്. എന്നും ഓരോ പ്രതിസന്ധികളുടെ നടുവിലൂടെ. നേരത്തെയുള്ള കാലഘട്ടത്തിലൊന്നും ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ലോകത്തിൻ്റെതായ മീഡിയകളുടെ ഇൻഫ്ലുവൻസ്, കടന്നുകയറ്റം മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും ഭാര്യയിലേക്കും ഭർത്താവിലേക്കും വ്യാപിച്ചപ്പോൾ ഒരു ഫോറിൻ ഇൻവേഷൻ ഈ ലോകത്തിലേക്ക്, ഈ കൊച്ചു കേരളത്തിലേക്കും കടന്നു വന്ന്, ഇവിടെ നല്ലൊരു കുടുംബജീവിതം നയിച്ചിരുന്ന ഒരു നാടാണ്. ഇവിടേക്കും കടന്നു വന്നപ്പോൾ മദ്യത്തിലും ലഹരി പദാർത്ഥങ്ങൾക്കും അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെതായ സകലത മെളച്ചതകൾ, മക്കൾ നടക്കുന്ന വഴികൾ, അവളുടെ ജീവിത രീതികൾ, വിവാഹത്തോടുള്ള അവരുടെ മറുതലിപ്പ്,
മക്കൾ വേണ്ട എന്നുള്ളൊരു ചിന്താഗതികൾ, എന്തൊക്കെയാണോ സാത്താൻ്റെ പ്രവൃത്തികൾ, ആ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യൻ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ജീവിതം അത്രമാത്രം റിസ്ക് പിടിച്ചതാകുന്നുണ്ട്. അതുകൊണ്ട് ഈശോ കൂടെയില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈശോ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം. നിനക്ക് സഹനങ്ങളില്ല, നിനക്ക് ബുദ്ധിമുട്ടുകളില്ലെന്ന് വചനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നേരത്തെ തന്നെ സൂചിപ്പിച്ചില്ലേ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 1 തിരുവചനം തൊട്ട്, നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കാം, നിന്നെ കൈവിടുന്ന് പറഞ്ഞിട്ടില്ല. ചെങ്കടല് രണ്ടായി പിളർന്ന് ഇസ്രായേൽ ജനത്തെ ചെങ്കടലിന്റെ നടുവിലൂടെ മോശ നഴിക്കുമ്പോൾ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നില്ലേ? ഇസ്രായേൽ ജനത്തെ ചെങ്കടലിന്റെ മുൻപിൽ കൊണ്ട് നിർത്തിയത് ആരാ? ചിന്തിക്കണം. ആരാണ് കൊണ്ട് നിർത്തിയത്? ദൈവമാണ്. നിന്റെ ജീവിതത്തിലും ഒരു ചെങ്കടൽ പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുന്നുണ്ട്, ഞാനും കടന്നു പോകുന്നുണ്ട്. നീ അറിയണം, നീ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ റോമാക്കാർക്കെഴുതിയ ലേഖനം 8 തിരുവചനം പറയുന്നത് പോലെ, അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകുമ്പോഴും നീ വിശ്വസിക്കണം, എൻ്റെ അപ്പനറിയാതെ എനിക്ക് സംഭവിക്കില്ല എന്നുള്ള കാര്യം. എൻ്റെ അപ്പനാണ് എന്നെ കൈപിടിച്ച് നടത്തുന്നത്. ഈ ജീവിത പ്രതിസന്ധികൾക്ക് മുൻപിൽ എന്നെ കൊടുനിർത്തിയിരിക്കുന്ന എൻ്റെ അപ്പനാണ് എന്ന് നീ വിശ്വസിക്കണം. ഒരുപക്ഷെ എൻ്റെ പാപത്തിൻ്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ ദൈവം മഹത്വത്തിനായിരിക്കാം നിന്റെ രോഗങ്ങളും പീഡകളും പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റുള്ള എല്ലാ അസ്വസ്ഥതകളും. എങ്കിലും നീ അത് കർത്താവിനായിട്ട് സമർപ്പിക്കുമ്പോൾ, എൻ്റെ കർത്താവേ, ഞാനൊരു രോഗിയാണ്, ഏറെ സാമ്പത്തിക പ്രതിസന്ധികളുടെ കടന്നു പോകുന്നവനാണ്, മക്കളൊന്നും പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അവരൊക്കെ അവരുടെ ജീവിത വഴികളിലൂടെയാണ്. ഭാര്യ, ഭർത്താവ്, അമ്മായിമ്മ, അമ്മായിപ്പൻ പുറത്തു പോകുവാൻ, സാമ്പത്തികമായുള്ള ഞെരുക്കത്തിൽ പുറത്തു പോകുവാനുള്ള ആഗ്രഹങ്ങൾ, ഇതൊക്കെ നീ നിന്റെ അപ്പന് സമർപ്പിക്കണം. അപ്പ പ്രാർത്ഥിക്കണം, ഈശോ പ്രാർത്ഥിച്ചതുപോലെ. എൻ്റെ ഹിതമല്ല, ആരുടെ ഹിതം നിറവേറണ്ടേ? അപ്പൻ്റെ ഹിതം നിറവേറണം. പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ആ മനസ്സിലേക്ക് വളരണം. അപ്പോൾ പിന്നെ നിന്റെ രോഗപീഠകൾ ഇതൊന്നും അല്ല. കാരണം എൻ്റെ അപ്പനറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തിയത് ദൈവമാണെന്നുണ്ടെങ്കിൽ, ആ ജനത്തെ ചെങ്കടലിലൂടെ നടത്തുവാനായിട്ട് ആർക്ക് സാധിക്കും? വിശ്വസിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് വീണ്ടും പറയുന്നുണ്ട്, മോശയോട് പറയുന്നുണ്ട്, ഫറവോയെയും അവൻ്റെ ജനത്തെയും സൈന്യത്തെയും പിൻഭാഗത്തും കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇല്ലേ? നമ്മൾ ബൈബിൾ വായിക്കുന്നില്ലേ? ഈ സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും, പിന്നിൽ നിന്നും മുൻപിൽ നിന്നും ഒരുപോലെ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു ജനം. ഇതേ ജീവിതത്തിലൂടെ തന്നെയാണ് നമ്മളും കടന്നു പോകുന്നത്. ഒരു തരത്തിലും സമാധാനമില്ലാത്ത, അത് ഒരു തരത്തിലും ആശ്വാസം ലഭിക്കാത്ത, ഒരു സമയത്തും രക്ഷയില്ലെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും നാം പതറി പോകുന്നുണ്ട്, പലപ്പോഴും ദൈവത്തിനെതിരായി നമ്മൾ പിറുപിറുക്കുന്നുണ്ട്, പരാതി പറയുന്നുണ്ട്, പലപ്പോഴും ഓടുന്നുണ്ട്, അവിടേക്കും ഇവിടേക്കും എല്ലായിടത്തേക്കും നമ്മൾ ഓടുന്നുണ്ട്, ഇഷ്ടംപോലെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ പരാതികളും പിറുപ്പുകളും കേട്ട് മോശയോട് അവർ വാക്കേറ്റം നടത്തുമ്പോൾ, മല്ലടിക്കുമ്പോൾ, മോശ ദൈവത്തോട് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, ദൈവം പറയുന്നുണ്ട്, മോശേ, നീ എന്തിനെന്നെ വിളിച്ച് കരയുന്നു? നിന്റെ കയ്യിൽ വടിയില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ കയ്യിൽ വടിയില്ല, അത് ചെങ്കടലിൽ നേരെ നീട്ടു നീ. എന്താണ്? എൻ്റെയും നിന്റെയും കൈകളിലും ഓരോ വടി കർത്താവ് തന്നിട്ടുണ്ട്. വിശ്വാസം എന്ന വടി. നിന്റെ പ്രതിസന്ധികളുടെ മുൻപിൽ നീ ആ വടി ഉയർത്തുമ്പോൾ, നിന്റെ അപ്പനുള്ള വിശ്വാസത്തിൽ നീ ആ വടി ഉയർത്തുമ്പോൾ, എൻ്റെ പ്രശ്നങ്ങളെ മാറി പോകണമേ, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെ എനിക്ക് അതിജീവിക്കുവാനുള്ള, സഹിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് പറഞ്ഞ് ആ വിശ്വാസത്തിൻ്റെ വടി നീ ആ പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെ മേലെടുക്കുമ്പോൾ, അവിടെ ആര് പ്രവർത്തിക്കും?
ദൈവം പ്രവർത്തിച്ചിരിക്കും. നീ ഒന്ന് ആഗ്രഹത്തോടെ നീ പ്രാർത്ഥിച്ചു നോക്ക്. നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് സഹിക്കാനുള്ള ശക്തി കർത്താവ് നിനക്ക് തരും. വീണ്ടും അടുത്ത വചനം പറയുന്നില്ലേ, നീ നദികളിലൂടെ കടന്നു പോകുമ്പോൾ ജലം നിന്നെ മുക്കിക്കളയില്ല. ജോർദാൻ നദി കടക്കുവാനായിട്ട് ഇസ്രായേൽ ജലം നിൽക്കുമ്പോൾ അവിടെയും കാണിച്ചു തരുന്നില്ലേ? അവിടെയും ഒരു പ്രതിസന്ധി കൂടാതെ ദൈവം തൻ്റെ ജനത്തെ കടത്തിവിടുന്നുണ്ട്. വീണ്ടും അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന് പറയുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിലെ 3 യുവാക്കളെ തീക്കുണ്ടത്തിലേക്ക് എറിയുന്ന നെബൂഖദ്നേസർ രാജാവ്, ശദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ എന്നീ 3 യുവാക്കളെ, അവരുടെ ഒരു പ്രാർത്ഥന അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവം ഈ അഗ്നി ജ്വാലകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ കഴിവുള്ളവരാണ്. ഏറ്റുപറച്ചിൽ, ദൈവത്തിനോട് ഏറ്റുപറച്ചിൽ. നീയും നിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും നിന്നെ ദഹിപ്പിക്കും, നിന്നെ പൊള്ളലേൽപ്പിക്കും എന്ന് വരുന്ന പ്രതിസന്ധികളുടെ പ്രശ്നങ്ങൾ നീ ഏറ്റുപറയണം. പ്രശ്നങ്ങളുടെ മുഖത്ത് നോക്കി, എൻ്റെ പ്രതിസന്ധികളുടെ മുഖത്ത് നോക്കി നീ പറയണം, എൻ്റെ ദൈവമായ കർത്താവ് ഈ പൊള്ളലിൽ നിന്നും ഈ അഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഇനി അത് രക്ഷിച്ചില്ലെങ്കിലും എല്ലാ പ്രശ്നങ്ങളും തീരണമെന്നുണ്ടോ? ഇല്ല. ഞാനൊരു ഉദാഹരണം പറയാം. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട്, ദൈവമേ, എൻ്റെ പുത്രൻ്റെ ഈ കുരിശുമരണം എന്നിൽ നിന്നും എടുത്ത് മാറ്റണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റോ? ഇല്ല. കാരണം എന്താ? ഈ കുരിശിലാണ് ഇന്ന് വരെ ജീവിച്ചവൻ്റെയും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ നമ്മുടെയും ലോകം മുഴുവനുള്ളവരുടെയും നാളെ ജനിക്കാൻ നിൽക്കുന്നുള്ളവരുടെയും രക്ഷ ഈ കുരിശിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പുത്രൻ്റെ സഹനം മാറ്റിത്തരണമേ, അവൻ്റെ പീഡകളിൽ നിന്ന് അവനെ മാറ്റണമേ, അവൻ്റെ കുരിശുമരണത്തിൽ നിന്ന് അവിടെ മാറ്റണമേ എന്ന് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചാലും പിതാവ് കേൾക്കുകയില്ല. ചില സഹനങ്ങൾ അങ്ങനെയാ. ഈശോ പ്രാർത്ഥിച്ചില്ലേ, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് ആര് പ്രാർത്ഥിച്ചു? ഈശോയും പ്രാർത്ഥിച്ചു. മാറ്റിക്കൊടുത്തോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ചില സഹനങ്ങൾ, ചില ദുഃഖങ്ങൾ, ചില രോഗങ്ങൾ, ചില പീഡകൾ, അതെന്തിനു വേണ്ടിയുള്ളതാ? അത് ഒന്ന് ദൈവ മഹത്വത്തിന് വേണ്ടിയുള്ളതാ. 2 നിന്റെ പാപത്തിൻ്റെ ഫലമാ, നിന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി. 3 എന്താണ്? നിന്റെ മഹത്വീകരണം, നിന്നെ സ്വർഗത്തിലേക്ക് എടുക്കുന്നത് നിന്റെ ഒരു വിശുദ്ധീകരണത്തിലൂടെ. ചിലപ്പോൾ ഒരു ക്യാൻസർ രോഗത്തിലൂടെ ആയിരിക്കാം നീ കടന്നു പോകണമെന്നുള്ളത്. ആരുടെ ആഗ്രഹമായിരിക്കാം? ദൈവത്തിൻ്റെ ആഗ്രഹമായിരിക്കാം. ചിലപ്പോൾ ഒരു സ്ട്രോക്കിലൂടെ, ഒരു ഹാർട്ട് അറ്റാക്കിലൂടെ, ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റിലൂടെ, അല്ലെങ്കിൽ വേറെ പലവിധ പീഡകളിലൂടെ, ഈ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ, ഈ അമ്മായിമ്മയുടെ പീഡനങ്ങളിലൂടെ, ഈ മരുമകളുടെ പീഡനങ്ങളിലൂടെ, അല്ലെങ്കിൽ മക്കളുടെ തിരസ്കാരങ്ങളിലൂടെ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ഭാര്യയുടെ മദ്യപാനത്തിലൂടെ, അതിലൂടെ ഞാൻ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ജീവിതം കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ കർത്താവ് നിന്റെ വിശുദ്ധീകരണം, നീ ഒരു തിരിയാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. കർത്താവേ, നിന്റെ തിരുഹിതം ഇതാണെങ്കിൽ അത് നിറവേറട്ടെ. ഒരു മോനിക്ക പുണ്യവതി പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് സഹിക്കുവാനുള്ള ശക്തി തരണമേ, അവരുടെ മാനസാന്തരത്തിനുള്ള, അല്ലാതെ അവരെ നന്നാക്കണമെന്നല്ല കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണമേ. അപ്പോൾ അതുകൊണ്ട് നീ അഗ്നിയിലൂടെ നടന്നു പോകുമ്പോഴും അഗ്നിയിലൂടെ നീ കടക്കേണ്ടതായി വേണ്ടല്ല. അഗ്നിയിലൂടെ നീ എരിയുന്നുണ്ടെങ്കിലും, ഈ ലോകത്തിൻ്റെതായ ഏതൊക്കെ പ്രതിസന്ധികളിൽപ്പെട്ട് നീ ഞെരുങ്ങുകയാണെന്നുണ്ടെങ്കിലും, എന്താ പറഞ്ഞേ? എൻ്റെ ദൈവം എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാ. ഇനി അഥവാ എന്നെ രക്ഷിച്ചില്ലെങ്കിലും, അതെ, ഞങ്ങള് നിന്റെ ആഗ്രഹത്തിന് കീഴടങ്ങുകയില്ല. എന്താ പറഞ്ഞേ? ഇനി അഥവാ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾക്കത് പ്രശ്നമല്ല, ഞങ്ങളിത് സഹിക്കുവാനായിട്ട് തയ്യാറാണ്. ഇതിന് താല്പര്യമുള്ള എത്ര ആൾക്കാരുണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നവരില്ലേ? പലർക്കും കൈപ്പൊക്കാനായിട്ട് ആഗ്രഹമില്ല. കാരണം സഹിക്കേണ്ടേ? എളുപ്പമല്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നമ്മൾ ഈ വചനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമ്മളുടെ നിയോഗങ്ങളൊക്കെ എന്തായിരിക്കണം? എന്താ നമ്മുടെ നിയോഗമായിരിക്കേണ്ടത്? എന്താ വേണ്ടത് നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഞാനിവിടെ ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ 6 വർഷമായി ആന്തരിക സൗഖ്യ ധ്യാനത്തിന് ക്ലാസ് കൊണ്ടിരിക്കുന്ന
എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ആഴ്ചയിലും കൂടുതലും പ്രമാണങ്ങളുടെ പാപത്തിൻ്റെ ക്ലാസ്സുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ക്ലാസ്സുകളേറെ എടുക്കാറുണ്ട്. പിന്നെ കഴിഞ്ഞ 2-3 വർഷമായി ജോസ് മുണ്ടാടൻ അച്ഛനെ അറിയോ? ഇവിടുത്തെ ആദ്യത്തെ, അതെ, നമ്മുടെ കപ്പൂച്ചിൻ സഭയുടെ ഒരു ആശ്രമം അങ്കമാലി കറുകുറ്റിയിൽ പുളിയനം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ആർക്കും അറിയില്ല. അവിടെ കഴിഞ്ഞ 2 വർഷമായി എല്ലാ വ്യാഴാഴ്ചയും നിരന്തരമായി അവിടെ കൂട്ടായ്മയ്ക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല കൂട്ടായ്മകളിലും ക്ലാസ് എടുക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി, നിർബന്ധമെന്നല്ല, അവൾ കുറേ നാളായി പറയണോ എനിക്കൊരു ധ്യാനം കൂടണം. അപ്പോൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 28 തൊട്ടായിരുന്നു ധ്യാനം, അല്ലേ, വിശുദ്ധീകരണ ധ്യാനം. ഏറെ രോഗപീഠകളുള്ള സമയത്താണ് ഞാൻ അവളെയും കൂട്ടി ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നത്. രണ്ടാം ദിവസം തന്നെ ഞാൻ തോന്നും, 4 ദിവസമാണോ 2 ദിവസമാണെന്ന് എനിക്കറിയില്ല. ബെന്നിയച്ചൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു പ്രാവശ്യം മകൻ്റെ കാര്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട്, ഒരു അച്ഛനെ കാണാനായിട്ട്. അപ്പോൾ രണ്ടാമത് ഞാൻ ഇവിടെ വന്നത് ഈ ധ്യാനത്തിനാണ്. ഈ ധ്യാനത്തിന് ഇവിടെ വന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ 3 നിയോഗങ്ങൾ ഈ അൾത്താരയിലേക്ക് സമർപ്പിക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഏതായാലും 3 നിയോഗങ്ങൾ സമർപ്പിക്കാനായിട്ട് പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും ഒരു നിയോഗം വയ്ക്കുന്നു കർത്താവേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നിയോഗങ്ങളൊന്നും വയ്ക്കാറില്ല. ഒരു നിയോഗം വെച്ചത് 50-ാം വയസ്സിൽ പുത്തമ്പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, 50-ാം വയസ്സിലല്ലായിരുന്നു, നേരത്തെ തന്നെ സൂചിപ്പിച്ചു, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ബൈബിളുമായി ബന്ധമോ ദൈവമായുള്ള വിശ്വാസം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ദിവസം ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, 50-ാം വയസ്സിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. എത്രാം വയസ്സിൽ? 50-ാം വയസ്സിൽ. അപ്പം അതുവരെ ഈ ലോകത്തിലായിരുന്നു, സിനിമകളും അതിൻ്റെതായ കാര്യങ്ങളും. മാതിരി തരക്കേടില്ലാത്ത വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. ഒരു 88 M.Com കഴിഞ്ഞിട്ടുള്ളതാണ്. ഭാര്യയും അങ്ങനെ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, 50-ാം വയസ്സിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ടായി. ഞാൻ ചിന്തിച്ചിരുന്നത് എങ്ങനെ, പക്ഷേ കറക്റ്റ് 50-ാം വയസ്സായപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ചിന്ത, സമയമായി, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പം ഞാൻ വിളിച്ചു, ദൈവമേ. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ പുത്തമ്പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മേ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. ശരി. അങ്ങനെ ഞാനെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ ദേവിശബ്ദം കൂട്ടായ്മ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ദേവിശബ്ദം കൂട്ടായ്മയിൽ ഞാൻ അവിടെ ഒരു അംഗമായി പോയി ചേർന്നു. എനിക്ക് വചനം എന്താണെന്ന് അറിയില്ല, കർത്താവ് ആരാണെന്ന് അറിയില്ല, പരിശുദ്ധാത്മാവ് ആരാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. ജസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കർത്താവ് കുറേ കാര്യങ്ങളൊക്കെ നടത്തി തന്നിട്ടുണ്ടെന്നല്ലാതെ അതിലും വിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് കർത്താവുമായി ബന്ധമില്ല. അങ്ങനെ കൂട്ടായ്മയിൽ ചെന്നപ്പോൾ അവിടെ ഒരു വിജാതീയ സ്ത്രീ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ആലയത്തിൽ 1 വർഷത്തിനുള്ളിൽ ജോൺസൺ ബ്രദറെ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ വരെ അറിയാത്ത ഞാൻ, ഒരു വാക്ക് കൂട്ടി പറയാൻ അറിയാത്ത ഞാൻ, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ ഈ ലോകമോഹങ്ങൾ, ലോകബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചു. 2001 തൊട്ട് മൊബൈലിൽ ഉപയോഗിക്കുന്ന ഞാനാ. പക്ഷെ എനിക്ക് ഇന്നും ഒരു കോള് വിളിക്കുവാനും ഒരു കോള് ഇതെടുക്കാനും അറിയുന്നല്ലാതെ അതിലൊരു അഭ്യാസങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ഒരുമാതിരി ഉണ്ടായിരുന്ന കൂട്ടുകെട്ടുകളൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. ഇന്നേ വരെ ജീവിതത്തിൽ ഞാൻ വലിച്ചിട്ടില്ല. വല്ലപ്പോഴും തൃശ്ശൂർ കയറാത്ത ബാറില്ല. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ മദ്യപിക്കുന്നൊരു വ്യക്തിയായിരുന്നില്ല. വല്ലപ്പോഴും ഒരു സ്മോൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതൊരു ദുർമാതൃകയാകും മക്കൾക്കും. എനിക്ക് അവരോട് പിന്നെ ഇത് ചെയ്യരുതെന്ന് പറയാനായിട്ട് യാതൊരുവിധ യോഗ്യതയുണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അതും ഉപയോഗിച്ചു. ഇന്ന് ഈ ഉപേക്ഷിച്ചു. ഇന്നും ഈ വചനവേദിയിൽ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ പരമാവധി എൻ്റെ ഉള്ളിൽ ഈ ലോകത്തിൻ്റെതായ മോഹങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ ഞാൻ അങ്ങോട്ട്
എന്ന് വിചാരിച്ച് പാപപ്രലോഭനങ്ങളില്ലാതെയല്ല. പാപപ്രലോഭനങ്ങൾ കർത്താവ് ഖായേനോട് പറഞ്ഞ പോലെ പാപം നിന്റെ പടിവാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്, ശ്രദ്ധിച്ചാൽ നിനക്കതിനെ കീഴടക്കാം. ഇതാണ് പാപത്തിൽ ജീവിച്ചൊരു വ്യക്തിയുടെ അവസ്ഥ. എത്രമാത്രം മാറാൻ നോക്കിയാലും പെട്ടെന്നൊന്നും അതിന്ന് കുതിറി മാറാനായിട്ട് സാധിക്കില്ല. കാരണം ഒരുവൻ രക്ഷപ്പെടുന്നതും അവൻ മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുന്നതും ആർക്കിഷ്ടമല്ല. എനിക്ക് കൂടുതൽ നിങ്ങളോട് എക്സ്പ്ലനേഷൻ തന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. പറയാൻ ഏറെ കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ നിന്നും വചനത്തിൽ നിന്നും വചനവേദികളിൽ നിന്നും ഓരോരുത്തരുടെ പ്രാർത്ഥനകളിൽ നിന്നും. പക്ഷെ എവിടേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അങ്ങനെ ഞാൻ ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളും എൻ്റെ ബിസിനസ്സും എല്ലാം ഞാൻ വചനത്തിലേക്ക് വന്നപ്പോൾ അതൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നീ വിചാരിക്കുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഈ ലോകവും ദൈവവും സാധിക്കുമോ? സാധിക്കില്ല. ദൈവത്തെയും മാമോനെയും സ്നേഹിക്കുവാൻ സേവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. എന്ന് നിന്റെ ഈ ലോകത്തിന്റെ മോഹങ്ങൾ നീ അടിയറ വെക്കുന്നുവോ നിന്റെ ദൈവത്തിന്റെ മുൻപിൽ, എന്ന് നീ ലോകത്തിന്റെ പുറകെ ഓടുന്നത് നീ അടിയറ വെക്കുന്നുവോ, അതല്ലാതെ നിനക്ക് ദൈവത്തിൽ രക്ഷയില്ല. എൻ്റെ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നടക്കണം. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സഹോദരൻ, ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ മക്കളും എന്നും സുഖത്തിലായിരിക്കണം. എനിക്കൊരു രോഗവും പീഡകളും ആദികളും വരാൻ പാടില്ല. എനിക്കൊരു സാമ്പത്തിക പ്രതിസന്ധികളും വരാൻ പാടില്ല എന്നുള്ള നിന്റെ ആഗ്രഹമുണ്ടല്ലോ, നോ, നടക്കില്ല. എന്താണ് വിശ്വവചനത്തിലൂടെ പറഞ്ഞത്? ഞാൻ അവിടേക്ക് വരാം. പക്ഷേ ഞാൻ എന്നിട്ട് ഈ സഹോദരി പറഞ്ഞതുപോലെ ആദ്യത്തെ വർഷത്തിൽ തന്നെ ആലയത്തിൽ വചനം പ്രസംഗിച്ചു. ഞാൻ വണ്ടടിച്ചു പോയി. ദൈവമേ, ഇതെങ്ങനെ? ഞാൻ നിങ്ങളോടും പറയുന്നു, അസാധ്യമായി ഒന്നുമില്ല. ഒന്നുമില്ല അസാധ്യമായിട്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിന്റെ മോഹങ്ങളും ഈ ലോകത്തിന്റെ താല്പര്യങ്ങളും കുറെ ശുശ്രൂഷകളും കുറെ അതും കുറെ ഇതും, നോ, നടക്കില്ല, നടക്കില്ല. നീ പരിപൂർണമായും നിന്റെ ബുദ്ധിയെയും നിന്റെ ശക്തിയെയും ഈ ലോകത്തിന്റെ എല്ലായ മോഹങ്ങളെയും നീ കർത്താവിൽ സറണ്ടർ ചെയ്യാതെ നിന്റെ മനസ്സിൽ ഈശോ പിറക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു നീ ഒരു കാലിത്തൊഴുത്തായിട്ട് മാറണമെന്ന്. ഞാനിതെല്ലാം ഉപേക്ഷിച്ച് ഈ ലോകത്തിൻ്റെതായ സ്പോർട്സും ഗെയിംസും അതുപോലെ തന്നെ മറ്റുള്ള എന്താ പറയുക മ്ലേച്ഛകരമായ പ്രവൃത്തികളും സിനിമകളും ഈ ലോകത്തിൻ്റെതായ സുഖമോഹങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് വചനത്തിൽ മാത്രം ആശ്രയിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം നേരിട്ടത് സാത്താൻ്റെ പീഡകളാ. നിരന്തരം എന്നെ പീഡിപ്പിച്ച് ഭയപ്പെടുത്തിയായിരുന്നൊരു സാത്താൻ. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ദൈവമേ, എൻ്റയർലി ഡിഫറൻറ്റ്. ഞാൻ ജീവിച്ചിരുന്ന ലോകത്തിൽ നിന്ന് മാറി ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ നേരിടേണ്ടി വന്നത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമാ, പീഡകളും ദുരിതങ്ങളും മാത്രം. ആദ്യം തളർന്നുപോയി. അവസാനം ഞാൻ വചനത്തിൽ ആശ്രയിച്ചു, വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ചു. അവിടുന്ന് പതുക്കെ 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 എനിക്ക് ധൈര്യം കിട്ടി തുടങ്ങി. അങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിൽ പോയി ഉപ്പാണിച്ചനോട് പറഞ്ഞ്, അച്ഛൻ എനിക്ക് വചനം പ്രസംഗിക്കണം. അച്ഛൻ പറഞ്ഞു, നീ ഏത് ക്ലാസ് എടുക്കുക? ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ക്ലാസ് എടുക്കുന്നു പറഞ്ഞു. അപ്പം അച്ഛനാകെ പറഞ്ഞു, എല്ലാ ക്ലാസ് എടുക്കൂ? ഓ, അച്ഛൻ പറയുന്നത് ഏത് ക്ലാസ് ഞാൻ എടുക്കുന്നു പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു ധൈര്യം എനിക്ക് കർത്താവ് തന്നു ചുരുങ്ങിയൊരു സമയം കൊണ്ട്. നിങ്ങൾക്കും സമയം തരും കർത്താവ്, നിങ്ങൾക്കും തരും എന്തും. അവിടുന്ന് ചോദിക്കുന്നവരുടെ മേൽ അവിടെ കർത്താവായ യേശു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അവിടുത്തെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുത്തെ സമ്പത്ത് വർഷിക്കും എന്ന് പറയുമ്പോൾ അവിടുന്ന് വർഷിക്കുന്നത് എൻ്റെ പരിശുദ്ധാത്മാവിനെയാ. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈ ലോകത്തിൻ്റെ ആത്മാവിനെ, ഈ ലോകത്തിൻ്റെ സുഖങ്ങളെയാണ് എനിക്ക് തരുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവിടുന്ന് തരുന്നത് പരിശുദ്ധാത്മാവിനാ. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മിൽ ഓരോരുത്തരും ഉണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ പോവുകയില്ല. പിന്നെ ഓടും അവന് വേണ്ടി. ഒരു പൗലോസ്ലീഹ ഓടിയ പോലെ, ഒരു അഗസ്തീനോസ് ഓടിയതുപോലെ, ഒരു വിശുദ്ധ അന്തോണീസ് ഓടിയതുപോലെ, ഈ ലോകത്തിൻ്റെതായ ഒരു വിശുദ്ധരും ഓടിയതുപോലെ, ഇന്ന് നമ്മുടെ ബെന്യച്ചനായാലും ഏത് വൈദികരായാലും ഓടുന്നത് പോലെ നാമും ഓടും. പിന്നെ ഈ ലോകം നമുക്ക് ഒന്നുമല്ല, ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊന്നുമില്ല. അന്ന് ഞാൻ ഉപേക്ഷിച്ചു കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ, അന്ന് തുടങ്ങി, അന്ന് തൊട്ട് തന്നെ. അതുപോലെ തന്നെ അടുത്ത നിയോഗം വെച്ചത് ഇവിടെ ഈ ധ്യാനത്തിനായിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ബെന്നിയച്ചൻ പറഞ്ഞു, ഒരു നിയോഗം ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ നിയോഗം അൾത്താരയിലേക്ക് വെക്കാനായിട്ട് ഞാൻ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഞാനും നിയോഗം വെച്ചു, കർത്താവേ, ഈ അൾത്താരയിൽ നിന്ന് എനിക്കൊരു ദിവസം വചനം പ്രസംഗിക്കണം. എനിക്ക് ഏതൊക്കെ രോഗപീഠകളുണ്ട്, ഏറെ പ്രതിസന്ധികളുണ്ട് വ്യക്തിപരമായിട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതിനൊന്നും വേണ്ടിയല്ല ഇവിടെ വന്നേ.
ഞാൻ സിമ്പിളായിട്ട് ഭാര്യയുടെ കൂടെ വന്നു. കുറച്ച് ദിവസം 4 ദിവസം എല്ലാ തിരക്കുകളിലും മാറി വചനം ശ്രവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഇതിങ്ങനെ കർത്താവിനോട് ഈ നിയോഗം വെച്ച് ഈ ലോകത്തിൻ്റെ നിയോഗങ്ങളൊന്നും ഭാര്യയുടെ അസുഖം മാറണമെന്നോ കുടുംബത്തിലെ പ്രതിസന്ധികൾ മാറണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ട് തന്നെ മോചിപ്പിക്കണമെന്നോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരേ ഒരു കാര്യം, ദൈവത്തിൻ്റെ രാജ്യം വിസ്തൃതിക്കായി, ദൈവരാജ്യം വിസ്തൃതിക്കായി. യോഹന്നാൻ സ്ലീഹ പറയുന്നില്ല, അവൻ്റെ ഹിതമനുസരിച്ച് നിങ്ങൾ എന്ത് ചോദിക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭിക്കും. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളല്ല, ചിലപ്പോൾ അതും കിട്ടിയിരിക്കും. നിനക്കത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിന്നിലൂടെ ഒരു രോഗസൗഖ്യം കർത്താവ് നടത്തുമ്പോൾ അനേകരും നിന്നിലേക്ക് വിശ്വാസത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ കർത്താവ് അതും പ്രവർത്തിക്കും. അത് പ്രവർത്തിച്ചില്ല എന്ന് വിചാരിച്ച് നീ തളരരുത്. നേരത്തെ അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ഈ നിയോഗം ഇവിടെ വെച്ചു. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് പ്രൈസിലോട് പറയാൻ തോന്നുന്നില്ലേ? എന്താ നിങ്ങളിങ്ങനെ ഒരു സാക്ഷ്യം, ഒരു ലോകം ലഭിച്ചു, ഒരു രോഗസൗഖ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നത് കാണാലോ. എന്തേ കർത്താവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കും കൈയടിക്കണമെന്നൊന്നില്ലേ? ഞാൻ പറഞ്ഞിട്ട് വേണോ? ദൈവം ഒരു മാനസാന്തരം സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു രോഗം സഹിക്കുവാനുള്ള നിങ്ങൾക്കറിയോ? നിങ്ങളെ കുറച്ചും കൂടി ഒന്ന് പൗലോസിനെ പറഞ്ഞില്ലേ, പാല് കുടിച്ച് വളരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. കട്ടിയുള്ള ആഹാരമാണ് നിങ്ങൾ ഇനി ഭക്ഷിക്കേണ്ടത്. എന്നിങ്ങനെ നടന്നാൽ മതിയോ? എന്നിങ്ങനെ ഓടിയാൽ മതിയോ? പോണ്ടേ എവിടേക്ക്? കർത്താവിൻ്റെ അടുത്തേക്ക്. 90-ാം വയസ്സിലും തണ്ടൽ വേദന എന്ന് പറഞ്ഞ് നടന്നാൽ ശരിയാവൂ? 60 വയസ്സ് കഴിയുമ്പോൾ എന്തൊക്കെ വരും? ഹാർട്ടിന് കംപ്ലൈൻറ്റ് വരും ഇല്ലേ? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ വേരിയേഷൻ വരും ഇല്ലേ? അറിയപ്പെടാത്ത സകല അസുഖങ്ങൾ വരും ഇല്ലേ? ഇന്ന് വീട് തോറും ക്യാൻസറാ. കാരണം എന്താ? ഈ ലോകത്തിൻ്റെ അഹങ്കാരമാ. എല്ലാത്തിൽ നിന്നും മാറി മറ്റുള്ളവരെ പറ്റിക്കാനും മറ്റുള്ളവരെ തട്ടിക്കാനുമായി സ്വന്തം ജീവിതവും സ്വന്തം കുടുംബവും ഡെവലപ്പ് ചെയ്യണമെന്നുള്ള വിശ്വാസം. എനിക്ക് ഫലമുണ്ടാക്കണം, എനിക്ക് സന്തോഷമായി ജീവിക്കണമെന്നുള്ള, മറ്റുള്ള ആരും ജീവിക്കണം എന്നുള്ള കണ്ടീഷനിൽ ഈ ലോകത്തിൻ്റെതായ ബിസിനസ്സും ഭക്ഷണ സാധനങ്ങളും, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, വളരെ നീണ്ടുപോകും. നമ്മളുടെ ദുരാഗ്രഹങ്ങൾ ഇന്ന് ദൈവമേ, വീട്ടിലൊരു ഭക്ഷണം വയ്ക്കാനായിട്ട് ഏതെങ്കിലും സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ടോ? മക്കൾക്കൊരു ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഏതെങ്കിലും സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ടോ? സമയമുണ്ടോ? സമയം മുഴുവൻ നെറ്റിൻ്റെ മുന്നിലല്ലേ? സമയം മുഴുവൻ മൊബൈലിൻ്റെ മുന്നിലല്ലേ? ചാറ്റിങ്, ഞാൻ വിളിക്കാൻ ചാറ്റിങ് എന്നല്ല, ചീറ്റിങ്. അവനവൻ്റെ ഭാര്യയെ, അവനവൻ്റെ ഭർത്താവിനെ, അവൻ്റെ കുടുംബത്തെ, അവനവൻ്റെ കുട്ടികളെ, അവനവൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് വരെ ഈ മൊബൈലിലും ഈ ചാനലിലും ഈ നെറ്റിലും ഈ ലോകത്തിൻ്റെതായ സുഖമോഹങ്ങളിലും ഈ ലോകത്തിൻ്റെതായ മാധ്യമങ്ങളും വ്യാപരിച്ച് നിങ്ങൾ ചാറ്റിംഗ് എന്ന് പറയുമ്പോൾ ഐ വിൽ കോൾ യു ഇറ്റ് ആസ് എ ചീറ്റിംഗ്. ചീറ്റ് ചെയ്യപ്പെടുക. നിങ്ങൾ ചീറ്റ് ചെയ്യാണ് ആരെ? നിങ്ങളുടെ മക്കളെ, നിങ്ങളെ തന്നെ, നിങ്ങളുടെ കുടുംബത്തെ, നിന്റെ അപ്പനെ, നിന്റെ അമ്മയെ. അങ്ങനെ ഈ ലോകത്തിൻ്റെ അഹങ്കാര നിമിത്തം ഈ ലോകത്തിൻ്റെ ദുഃഖ ദുരിതങ്ങൾ കൂടി. ശരിയാണോ? ചിന്തിക്ക്. എന്നിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ആരുടെ മുന്നിൽ? ദൈവത്തിൻ്റെ മുൻപിൽ. അപ്പോൾ അങ്ങനെ വളരുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു രോഗം വരുമ്പോൾ എല്ലാവരും വിചാരിക്കും കൈയടിക്കേണ്ടത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈയടിക്കും. പക്ഷെ ഒരു മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയടിക്കാൻ ആരുമില്ല. കാരണം എൻ്റെ മാനസാന്തരം, ഇനി അവനിഷ്ടപ്പെട്ട് നടക്കണ്ടേ, ഒക്കെ ഉപേക്ഷിക്കണ്ടേ? അതാണോ? നടക്കില്ല. അതുപോലെ ഇപ്പം ഞാനും പറഞ്ഞത്, കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്കൊരു ദിവസം വചനം പ്രഘോഷിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ മുൻപിൽ ബെന്നിയച്ചൻ പറഞ്ഞതുപോലെ ഒരു നിയോഗം വെച്ചപ്പോൾ ഇന്നിപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഈ ആലയത്തിൽ വചനം പ്രസംഗിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ തീർന്നില്ല. ഞാൻ ഇത്ര കൊല്ലമായി വചനം പ്രസംഗിച്ചു തുടങ്ങിയിട്ട് ഞാൻ അങ്ങട് പേര് പറയുന്നു എന്നല്ലാതെ ഒരു അൾത്താരയിൽ നിന്നും എൻ്റെ പേര് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. 3-ാം ദിവസം ഭാര്യയ്ക്ക് അസുഖം കൂടിയപ്പോൾ ഞാൻ ധ്യാനം നിർത്തി പോകണമെന്ന് ഞാൻ ബിന്നിയച്ചനോട് പറഞ്ഞു. അപ്പോൾ ബിന്നിയച്ചൻ എന്നോട് പറഞ്ഞു, ജോൺസേട്ടാ ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, അവളൊരു റെയർ സ്പീഷ്യസാണ്, ഒരു പ്രത്യേക തരം ജീവിക, അവളുടെ അസുഖങ്ങൾ ഇവിടെ കൊണ്ട് മാറുന്നതല്ല, അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം പ്രശ്നങ്ങളാണ്, ഞാൻ പൊക്കോളാം. അന്ന് ജോൺസേട്ടൻ നോക്ക്. എന്നിട്ട് ഞാൻ അങ്ങനെ 3-ാം ദിവസമായപ്പോൾ അവളോട് പറഞ്ഞു, 3-ാം ദിവസമായപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, വേണ്ട മിനിയ, മിനി എന്നാ പേര്, വേണ്ട മിനിയ, നമുക്ക് എങ്ങനെയെങ്കിലും ഇന്നും കൂടി സർവൈവ് ചെയ്യാം. നാളെ ഒക്ടോബർ 2, അത് ഞാൻ ആലോചിച്ചില്ല.
നമുക്ക് ഡോക്ടറെ പോയി കാണാം എന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് അന്നും കൂടി പിടിച്ചിരുന്നപ്പോഴാണ് അടുത്ത സംഭവം. നമ്മുടെ ലിൻസൺ ബ്രദർ അല്ലേ, വെണ്ണങ്ങോന്നിട്ട് ഉയരത്തിൽ ലിൻസൺ ബ്രദർ, ആളുടെ രോഗസൗഖ്യ ശുശ്രൂഷയിൽ ആൾ വിളിച്ചു പറയുകയാണ്, രോഗശാന്തി ശുശ്രൂഷയിൽ വിളിച്ചു പറയുകയാണ്, എപ്പോഴും വീഴുന്ന ടെൻഡൻസിയുള്ള അവർ പ്രാർത്ഥിക്കാനായിട്ട് സ്റ്റേജ് അൾത്താരമിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചുറ്റും നോക്കി, ആരും കുറച്ച് ആൾക്കാർ കടന്നു പോകുന്നുണ്ട്. ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. ഞാൻ ഇപ്പം തെറ്റത് ഇതെന്നെ എന്നോടൊന്നല്ല എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും പറഞ്ഞു, ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം കൊണ്ടോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ വീഴണമെന്ന് എപ്പോഴും ടെൻഡൻസി ഉള്ള അവർ വീണ്ടും അൾത്താരയിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കടന്നു ചെന്നില്ല, ഞാൻ മടിച്ചു. വീണ്ടും വിളിച്ചു പറഞ്ഞു, ജോൺസൺ എന്ന പേരിലുള്ള ഒരു വ്യക്തിയെ കർത്താവ് കാണിച്ചു തരുന്നു. ഞാൻ ഒരു സൗഖ്യത്തിന് വേണ്ടി ഇവിടെ വന്നതല്ല, ഞാനൊരു നിയോഗം വെച്ച് ഇവിടെ വന്നതല്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം ശ്രവിക്കണം, എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ ശാന്തനായിരിക്കണം 4 ദിവസം. എൻ്റെ വചനപ്രസംഗത്തിൽ നിന്ന് മാറുന്നതുകൊണ്ട് ഇവിടെ എന്തൊക്കെ ക്ലാസ്സുകളാണ്, എന്തൊക്കെ ശുശ്രൂഷകൾ നടക്കുന്നതെന്ന് എനിക്ക് അറിയണം. അതിനുവേണ്ടി മാത്രം ഞാൻ ഇവിടെ വന്നതാ. നിങ്ങളും ചിന്തിച്ചുകൊള്ളൂ, ഈ ലോകത്തിൻ്റെ ദയ മോഹങ്ങളിൽ നിന്നും, ഈ ലോകത്തിൻ്റെ ദയ നിയോഗങ്ങളിൽ നിന്നും, ഈ ലോകത്തിൻ്റെ ദയ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നീ നിന്റെ ദൈവത്തെ അറിയുവാനും, നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കുവാനും, നീ നിന്റെ ദൈവത്തെ അനുഭവിക്കുവാനുമാണ് ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ഓരോ കാര്യവും കർത്താവ് നടത്തി തരും. വിശ്വസിക്കുന്നവർ, ഞാൻ അങ്ങനെ പറയാറില്ല എങ്കിലും ഹല്ലേലൂയ പറയാം, പ്രൈസ് ദ ലോർഡ്. നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ആദ്യം നാം മറ്റുള്ളവ കൂട്ടി ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സത്യമാണോ സഹോദരി? എനിക്ക് ദൈവത്തൊക്കെ പിന്നീട് മതി, ആദ്യം വേണ്ടത് എനിക്ക് എന്താണ്? ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നടക്കണം. പക്ഷെ ദൈവം നിന്നോട് പറയുന്ന ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഞാൻ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാനായിട്ട് ഈ ആലയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി ദൈവത്തിനോട് അടുത്ത് ഇരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഈ ആലയത്തിലേക്ക് വന്നപ്പോൾ ദൈവം എൻ്റെ പേര് ചൊല്ലി വിളിക്കുകയാണ്, ജോൺസാ കടന്നു വരൂ. അപ്പം എന്നോട് ലിൻസൺ ബ്രദർ ചോദിച്ചു, എന്താ സംഭവം ബ്രദറെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ സംഭവം സഹോദര ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും ഒരു സുവിശേഷ പ്രഘോഷകനാണ്. ഞാനിങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ കുറേ നാളുകളായിട്ട് എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമുണ്ട്. പലപ്പോഴും ഉറക്കമൊക്കെ നഷ്ടപ്പെടാറുണ്ട്. ഞാൻ ഉറക്കത്തെയും തലകറങ്ങി വീഴാൻ പോകുന്ന അവസ്ഥകളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ചിലപ്പോൾ വീഴുമെന്ന് തോന്നും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ചിലപ്പോൾ ബസ് ഇറങ്ങുമ്പോൾ, എപ്പോഴും യാത്രയാണ്, ട്രെയിൻ ഇറങ്ങുമ്പോൾ വീഴണ പോലെയൊക്കെ തോന്നും. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ പറയും, വീഴണമെങ്കിൽ വീഴട്ടെ, ഇതാണ് എൻ്റെ നിയോഗം. ഞാൻ ഇവിടെ വീഴണമെന്നാണ് എൻ്റെ കർത്താവിൻ്റെ ആഗ്രഹമെങ്കിൽ ഇവിടെ വീഴട്ടെ. അല്ലേ സഹോദരി? ഇവിടെ ഇരുന്ന് മരിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ, ദൈവം വിധി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ എവിടെ ഓടി നടന്നാലും അവിടെ വെച്ചായാലും മരിക്കും, ഞാൻ അവിടെ വെച്ചായാലും വീഴും. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ലിൻസൺ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ, ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ വീഴുമെന്നുള്ളൊരു ടെൻഡൻസിയാണ്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടില്ല, കർത്താവേ, ഇതാണ് എൻ്റെ നിയോഗമെങ്കിൽ അത് നടന്നോട്ടെ, എനിക്ക് വിരോധമില്ലെന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ലിൻസൺ ബ്രദറിനോട് പറഞ്ഞു, വീഴില്ല. ഞാൻ പറഞ്ഞു, എനിക്കറിയാം വീഴില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് 1-2 വചനങ്ങളോട് പറഞ്ഞ് ഞാൻ നിങ്ങൾ ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ഈശോ നമ്മുടെ മനസ്സിൽ ജനിക്കണം, ഈശോ നമ്മുടെ മനസ്സിൽ ജീവിക്കണം. കുറച്ച് വചനങ്ങൾ അടുപ്പിച്ച് പറയാണ്. ഈശോ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കടന്നു പോകുന്നതിന് മുൻപ് ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചു. ഈശോയുടെ മരണത്തിന് മുൻപ് എന്താണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 34-35 തിരുവചനങ്ങളിലും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 12-ാം തിരുവചനത്തിലും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഇഷ്ടപ്പെട്ടവരെ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതിയോ? തള്ളിപ്പറയുന്ന മരുമകളെയും കുറ്റപ്പെടുന്ന ചവിട്ടിപ്പുറത്താക്കുന്ന അമ്മായിമ്മയെയും നിന്റെ ഭാര്യയെയും നീ എത്രമാത്രം സ്നേഹിച്ചിട്ടും വെറുത്തുപോയ നിന്റെ സഹോദരങ്ങളെയും
നിന്റെ അയലക്കാരനെയും ഒരേ ഒരു കൽപ്പനയെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളൂ. ഈശോ, ഞാൻ നിനക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിക്കാൻ തയ്യാറുള്ള എത്ര പേരിവിടെയുണ്ട്? അനാവശ്യമായി കൈ പൊക്കരുത്. നിന്റെ ജീവിതത്തെ നീ ശ്രദ്ധിക്കുക. നിന്റെ ജീവിതത്തെ, നിന്റെ മനസ്സിനെ നീ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. എൻ്റെ അയലത്തെ എനിക്ക് വിരോധമുള്ള, ഞാൻ വിരോധപ്പെടുന്ന, എനിക്ക് വിരോധമുള്ള ആരെങ്കിലും ഉണ്ടോ? എൻ്റെ സഹോദരങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? എൻ്റെ ബന്ധുക്കളുടെ കൂട്ടത്തിലുണ്ടോ? ഞാൻ ജീവിക്കുന്ന എൻ്റെ വ്യാപാര മേഖലകളിലുണ്ടോ? എൻ്റെ സഹോദര വൈദികരിലുണ്ടോ? ചിന്തിച്ചു നോക്കുക. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ശത്രുക്കളെ സ്നേഹിക്കുക എന്നാണ് ഈശോ പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-43 അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുക്കളെ ദേഷിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇങ്ങനെ ചെയ്യുന്ന ഒരാളിലാണ് ആരുണ്ടാകുക? ഈശോ. പിന്നെ ഈശോ മരണശേഷം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് നമ്മോടൊരു കാര്യം പറഞ്ഞു, ഒരു ദൗത്യം. നീ ഒരു കർത്താവിൻ്റെ മകനാണെങ്കിൽ, നീ ഒരു കർത്താവിൻ്റെ ദാസനാണെന്നെങ്കിൽ, നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ദൗത്യം അവൻ നമ്മളെ ഏൽപ്പിച്ചിട്ട്. എന്താണെന്നറിയോ? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം മത്തായിയുടെയും യോഹന്നാന്റെയും ലൂക്കായുടെയും 4 സുവിശേഷങ്ങളിലും കർത്താവ് നൽകിയിരിക്കുന്ന ഒരേ ഒരു ദൗത്യമുള്ളൂ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മൈക്കെടുത്ത് സുവിശേഷം പ്രസംഗിക്കാനല്ല കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്ത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ ഈ ലോകത്തിൻ്റെ എത്ര സുന്ദരം. ഈ ലോകത്തിൽ സുഖത്തിൽ ജീവിക്കുന്നവനെയോ, സമ്പത്തിൻ്റെയോ, വിദ്യാഭ്യാസത്തിൻ്റെയോ, കളറിൻ്റെയോ, സൗന്ദര്യത്തിൻ്റെയോ, അധികാരത്തിൻ്റെയോ, ഏതൊരു മേഖലകളിലിരിക്കുന്നവൻ്റെ, ഇന്ത്യൻ പ്രസിഡന്റോ, ഇന്ത്യൻ പ്രധാനമന്ത്രിയോ, അമേരിക്കൻ പ്രസിഡന്റോയോ പാദങ്ങൾ സുന്ദരമെന്നല്ല കർത്താവ് പറഞ്ഞേ. സുവിശേഷം, നീ എത്ര ദാരിദ്ര്യത്തിലായിരുന്നാലും, നീ എത്ര പ്രതിസന്ധികളിലായിരുന്നാലും, നീ എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടവളായാലും, നീ എത്ര നിന്ദിക്കപ്പെട്ടവളായാലും, തിരസ്കരിക്കപ്പെട്ടവളായാലും, നിന്റെ ആ മേഖലകളിൽ നിന്നുകൊണ്ട് നിനക്ക് മറ്റുള്ളവരിലേക്ക് നിന്റെ കർത്താവിൻ്റെ സുവിശേഷം, നിന്റെ കർത്താവിൻ്റെ സ്നേഹം പടരുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ അവിടെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നു. ഇവരാണ് കർത്താവിൻ്റെ മക്കൾ, ഇവരാണ് കർത്താവിൻ്റെ ശുശ്രൂഷകർ. ഇവർക്കാണ് കർത്താവിൻ്റെ മുൻപിൽ നിന്ന് അനുഗ്രഹങ്ങൾ സിദ്ധിക്കാനും മേടിക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ഈ ലെവലിലായിരുന്നു കൊണ്ട് നിന്റെ കർത്താവിൻ്റെ മുൻപിൽ നിന്ന് ഏതൊരു ചെറിയ കാര്യം ചോദിച്ചു കർത്താവ് നടത്തി തരുമെന്ന് ഈ ആൾത്താരയിൽ വെച്ച് ഞാൻ നിങ്ങളോട് പരിസാൽമാൽ നിറഞ്ഞ് പറയുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം ലൂക്കായുടെ സുവിശേഷം 9-ാം 23-24 കർത്താവ് പറയുന്ന, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഈ കർത്താവ് സ്വർഗത്തിൽ നിന്ന് നമ്മെ വിളിക്കുമ്പോൾ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ? യോഹന്നാന്റെ സുവിശേഷം 14-ാം 1-തൊട്ടുള്ള തിരുവചനത്തിൽ പറയുന്നില്ലേ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിലേക്ക് നാം വന്നിരിക്കുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാനല്ല. പ്രഭാഷണ പുസ്തകം 19-ാം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ആരെ? നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനതയും പുരോഹിത രാജ്യവുമായിരിക്കും. അതിന് നാം എന്ത് ചെയ്യണം? അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കണം, അവിടുത്തെ വാക്കുകൾ കേൾക്കണം. 1 യോഹന്നാൻ 2-3-6 തിരുവചനങ്ങളുടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കള്ള ക്രിസ്ത്യാനികളാണെന്ന് കർത്താവ് പറയുന്നു. കാലത്തൊട്ട് വൈകുന്നേരം വരെ സമ്പൂർണ്ണ ജപമാല, നിത്യാരാധനയുടെ മുൻപിൽ സുവിശേഷം പ്രസംഗിക്കുക, സകലവിധ ശുശ്രൂഷകളും ചെയ്യുക. പക്ഷേ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, തളർന്നു കിടക്കുന്ന നിന്റെ അമ്മയെ പരിചരിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നിന്റെ മക്കളെ സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ, ദയ കാണിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, കർത്താവ് പറയുന്നു നീ കള്ള ക്രിസ്ത്യാനിയാണെന്ന്. കാലത്തൊട്ട് വൈകുന്നേരം വരെ ശുശ്രൂഷകളിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ പുണ്യങ്ങൾ ഇതൊന്നും ഒരു കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് നമ്മെ പഠിപ്പിച്ചത് എന്താ പഠിപ്പിച്ചേ? അത് സഹനത്തിൻ്റെ കുരിശ, അത് അനുസരണത്തിൻ്റെ കുരിശ, അത് ദാസന്റെ കുരിശ, അത് സ്നേഹത്തിൻ്റെ കുരിശ,
അത് ദയയുടെ കാരുണ്യത്തിന്റെ കുരിശാ. ഈ ലോകത്തിൽ തന്നെ തന്നെ സറണ്ടർ ചെയ്തവന്റെ കുരിശാ. അത് ശൂന്യവൽക്കരിക്കപ്പെട്ടവന്റെ കുരിശ്. ഫിലിപ്പിയുടെ ലേഖനത്തില് അത് 2-ാം അധ്യായം 6 തൊട്ടുള്ള തിരുവചനം പറയുന്നില്ലേ, അവൻ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിനുമായുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. എവിടം വരെ? കുരിശു മരണം വരെ. അതെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ ദാസനാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ ലോക ജീവിതത്തിലെ കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും എന്നിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അവൻ നമ്മോട് പറയുന്നു, അവൻ നടന്ന അതേ വഴികളിലൂടെ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന ഞാനും നിങ്ങളും നടക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം അവനൊരുക്കുന്ന ഈ സ്വർഗീയ ഭവനത്തിലേക്ക്, കർത്താവ് പറഞ്ഞില്ലേ പുറപ്പാടിൻ്റെ 19:5 നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ഒരു വിശുദ്ധ അന്നയാകാതെ, എന്താ പേര്, റോസിന്നോ എന്തെങ്കിലും ആവട്ടെ. ആര് വിശുദ്ധയാകണം? ആര് വിശുദ്ധയാകണം? വിശുദ്ധയാകണം. ആര് വിശുദ്ധനാകണം? ഒരു പൗലോസ്ലീഹ, ഒരു അന്തോണിസ് പുണ്യാളൻ, ഒരു പരിശുദ്ധ അമ്മ, ഒരു വിശ്വാസ പിതാവ് മാത്രം വിശുദ്ധയായാൽ പോരാ. നാം എല്ലാവരും വിശുദ്ധ ജനതയാണ്, കർത്താവിനാൽ വിളിക്കപ്പെട്ട മക്കളാണ്. അതുകൊണ്ട് ഈശോ നടന്ന അതേ വഴികളിലൂടെ സഞ്ചരിച്ച് നമുക്ക് നൽകിയിരുന്ന നിത്യസൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത് നിന്റെ കുരിശുമെടുത്ത്, അത് വല്ലപ്പോഴുണ്ടാകുന്ന കുരിശല്ല, അനുദിനം നിന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുമ്പോഴാണ് നീ എൻ്റെ ഒരു ശിഷ്യനാകുന്നത്. അല്ലാതെ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പുറകെ നടന്നുകൊണ്ട് എനിക്കിത് കിട്ടണമെന്നുള്ള വാശിയിൽ നീ നിന്റെ കർത്താവിൻ്റെ മുൻപിൽ ആയിരിക്കുമ്പോൾ, നോ, തെറ്റുപറ്റി. അതിനു പകരം നിന്നെ തന്നെ നീ കർത്താവിൻ്റെ മുൻപിൽ സറണ്ടർ ചെയ്ത് സകലവിധ അഹങ്കാരവും വെടിഞ്ഞ്, അവൻ ദാസന്റെ രൂപത്തിലായതുപോലെ ഒരു ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കിയതുപോലെ വിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിക്കുന്ന ഈ അപ്പം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിനെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഇത് ഇവിടുന്ന് കഴിച്ചുകൊണ്ട് വെറുതെ പോയി അമ്മായിമ്മയോട് തല്ലുകൂടാനും മരുമക്കളോട് തല്ലുകൂടാനും ചതി ബിസിനസ് നടത്തുവാനല്ല. ഞാൻ ശൂന്യവൽക്കരിക്കപ്പെട്ടവനാണ്, ഈ അപ്പം ശൂന്യവൽക്കരിക്കപ്പെട്ടതാ. അതുപോലെ ഈ അപ്പം ഓരോ ദിവസം നാം ഭക്ഷിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നീ അവനായി മാറുക. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായതുപോലെ ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി ഒരു സ്വർഗീയ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനാണ് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളുടെ കടന്നു പോകുന്നവരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അറിഞ്ഞും അറിയാതെയും അനേകം പാപങ്ങൾ ഞങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം പറയുന്നു, നിന്റെ അകൃത്യങ്ങളാണ് എന്നെയും നിന്നെയും അകറ്റുന്നത്. എങ്കിലും അവിടെ 1:18 പറയുന്നില്ലേ, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:18, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അത് രക്തവർണ്ണമെങ്കിലും അത് ഞാൻ വെളുപ്പിക്കും, മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കി തീർക്കും. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഞാൻ അതാണ് ഇതാണ് എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയാതെ ആ പ്രാർത്ഥന അങ്ങോട്ട് മാറ്റിവെച്ച്, കർത്താവേ, ഞാനും എൻ്റെ പൂർവികരും എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളും വഴി ഇന്നുപോയ എല്ലാ പാപങ്ങൾക്കും, ഞങ്ങളുടെ പാപങ്ങളാണ് ഞങ്ങളിതിപ്പോൾ സമാധാനത്തിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും ആയിരിക്കുവാനായിട്ട് ഞങ്ങളെ തടസ്സപ്പെടുത്തുന്നത്. അവിടുന്ന് പറയുന്നുണ്ട്, നീ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കും. ദൈവം പറയുന്നുണ്ട്, 10 കൽപ്പനകൾ നമുക്ക് തന്നിട്ട് ആ കൽപ്പനകൾ നീ അനുസരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ദീർഘായുസ്സും നിനക്ക് ഐശ്വര്യവും സമാധാനവുമാണെന്ന്. ഞാൻ അവിടേക്ക് കടക്കുന്നില്ല, അതിനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചിന്തിക്കുക, ആദ്യം അവിടുന്ന് പറഞ്ഞത് എന്താണെന്ന് നീ ശ്രവിക്കുക, അത് നീ അനുസരിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18 തിരുവചനങ്ങളിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, കർത്താവെ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്ന ധനികനായ അധികാരിയായോട് യുവാവിനോട് കർത്താവ് പറയുന്നുണ്ട്, ആദ്യം നീയേ പ്രമാണങ്ങൾ. അപ്പോൾ നിത്യജീവൻ നമ്മുടെ അവകാശമാണ്. ആ നിത്യജീവനിലേക്ക്, പിതാവിൻ്റെ പക്കലേക്ക് പാപത്തിൽ നിന്ന് ചെയ്തുകൊണ്ട് സാത്താനെ അനുസരിച്ച് പാപത്തിലായിരുന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നതെങ്കിൽ അവിടുന്ന് പറയുന്നതനുസരിച്ച് അവിടത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കാനുള്ള വലിയ കൃപ അത് നമ്മൾ ആദ്യം നേടണം. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നുണ്ട്, ആദ്യം നീ പ്രമാണങ്ങൾ അനുസരിക്കുക.
രണ്ടാമത്തെ എന്താണ്? നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ആർക്ക് കൊടുക്കണം? നിനക്ക് സമ്പത്താണുള്ളതെങ്കിൽ, നിനക്ക് സമാധാനം, നിനക്ക് സൗന്ദര്യം, നിനക്ക് അധികാരം, നിനക്ക് ആരോഗ്യമാണുള്ളതെങ്കിൽ നീ അത് ആർക്ക് കൊടുക്കണം? നിനക്ക് സമയമാണുള്ളതെങ്കിൽ നീ അത് ആർക്ക് കൊടുക്കണം? നിനക്ക് മക്കളുള്ളതെങ്കിൽ നീ ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. നിനക്ക് തന്നിട്ടുള്ള ദാനങ്ങൾ തരാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. എല്ലാ ദാനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി വീതിക്കാനുള്ളതാണ്, നിനക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ളതല്ല. നീ കർത്താവിനായിട്ട് ശുശ്രൂഷ ചെയ്യണം. നീ കർത്താവിനെ നിൻ്റെ മക്കൾക്കായിട്ട് കൊടുക്കണം. നിൻ്റെ മക്കളെ നീ കർത്താവിനായിട്ട് കൊടുക്കണം, നിൻ്റെ ഭാര്യയെ, നിൻ്റെ ഭർത്താവിനെ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എല്ലാം വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുവിൻ, എന്നിട്ട് നീ എന്നെ അനുഗമിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.